നമസ്കാരം. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണ കാലയളവുകളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കിയ വികസന സ്വപ്നങ്ങളും ക്ഷേമ പദ്ധതികളും അങ്ങനെയെല്ലാം പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എൻ്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമുക്കൊപ്പം അതിഥികളായി എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ വി എന്നിവരാണ്. ഇവർക്കും എൻ്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പഞ്ചായത്തിൽ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് കാളികാവിലേക്കാണ്. കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ ഉണ്ട്. നമസ്കാരം ഷിജിമോൾ. നമസ്കാരം. ഈ ഒരു ഭരണകാലയളവിലെ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഒരു ഭരണകാലയളവിലെ വികസന പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ എങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത്? കാളികാവ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് 19 വാർഡുകളാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. മൊത്തത്തിലൊരു മലയോര മേഖലയാണ് കാളികാവ്. അപ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കൃഷിയിലേക്കും അതുപോലെ തന്നെ പാർപ്പിട മേഖലകൾക്കുമാണ് ഈ ഒരു ഭരണസമിതി പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മാറ്റം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം എന്ന് പറയുന്ന പദ്ധതി ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയായിരുന്നു, വരൾച്ച നേരിടുന്ന ഒരു മേഖലയായിരുന്നു. മധുമല എന്ന് പറയുന്ന പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ JJM പദ്ധതികളിലൂടെയും അല്ലാതെ തന്നെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകളും ശുചിത്വ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുടിവെള്ള പദ്ധതികൾക്കൊക്കെ ഗ്രാമപഞ്ചായത്ത് രൂപം നൽകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി കണക്കാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ, വയോജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉല്ലാസയാത്ര ഗ്രാമപഞ്ചായത്തിന് നടത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഈ ഒരു പദ്ധതി നടപ്പിലാക്കാറുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ പഞ്ചായത്തിലെ 400-ഓളം വയോജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അവരുടെ മാനസിക ഉല്ലാസത്തിന് അവരോട് ഒരു ദിവസം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെലവഴിക്കാൻ, അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും കൂടി ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തേക്ക് തന്നെയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളില്ലാത്ത അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊന്നും ഇതുവരെ അവർ നടപ്പാക്കാത്ത ഒരു സംവിധാനം, എല്ലാ വീടുകളിലേക്കും വേസ്റ്റ് തരംതിരിക്കുന്നതിനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിന് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാതൃകാപരമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭരണസമിതിയുടെ മുൻപത്തെ കാലം മുതൽ തന്നെ സ്വന്തമായിട്ടൊരു MCF കെട്ടിടമുള്ള ഒരു പഞ്ചായത്താണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന 19 വാർഡുകളിലായിക്കൊണ്ട് 2 പേരെ വീതം, ഒരു വാർഡുകളിലായിക്കൊണ്ട് 2 പേരെ വീതം, അങ്ങനെ 38 പേരെയാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന അംഗങ്ങള്. അതോടൊപ്പം തന്നെ ഒരു കെയർ ടേക്കറേയും കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടുത്ത ദിവസങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അവരേറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടിരുന്നത്, വീടുകളിൽ നിന്ന് അവർ വിമർശനം നേരിട്ടിരുന്നത് ഒരു സഞ്ചി പോലും പഞ്ചായത്ത് തരാതെ ഞങ്ങൾ എങ്ങനെയാണ് ഓരോ മാസവും ഇങ്ങനെ ഈ വേസ്റ്റുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് പഞ്ചായത്ത് ഭരണസമിതി കാര്യമായി ചർച്ച ചെയ്യുകയും അതിന്റെയൊക്കെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഏകദേശം 10,000-ഓളം പീസ് വേസ്റ്റ് ബിന്ന് എല്ലാ വീടുകളിലും, പഞ്ചായത്തിന്റെ നമ്പറിട്ട എല്ലാ വീടുകളിലേക്കും, നമ്പറിട്ട എല്ലാ കെട്ടിടങ്ങളിലേക്കും വേസ്റ്റ് ബിൻ എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു പദ്ധതി. അത് ഏകദേശം 10,000 പീസ് ഇപ്പോ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു 10,000 സെറ്റും ഇപ്പോ വിതരണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഹരിതകർമ്മസേന അംഗങ്ങൾ തന്നെയാണ് അത് വീടുകളിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്കൊരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്ക് ഒരു നോട്ടീസും കൂടെ ആ ഒരു വേസ്റ്റ് ബിന്നിലൂടെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാളികാവ് ഒരു മലയോര മേഖലയാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ.
മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കൃഷി പ്രധാനമായും നടത്തി വരുന്നത് വാഴ കൃഷിയാണ്. അപ്പോൾ അത്തരത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പദ്ധതികളും നവീന കൃഷിരീതികളുമാണ് അവിടെ നടത്തി വരുന്നത്? വാഴ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എന്തെല്ലാം പദ്ധതികളാണ് പഞ്ചായത്ത് നേരിട്ട് നടത്തുന്നത്? ഗ്രാമപഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലയാണ്. ഏറ്റവും കൂടുതൽ കർഷകരെ എന്ന് പറയുന്നത് വാഴ കർഷകരാണ്. വാഴ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് വാഴ കർഷകർക്ക് ധനസഹായം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി കൊണ്ടുവരികയാണ്. 1000 വാഴയ്ക്കാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ തവണ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക രംഗത്ത് ഈ തെങ്ങ് കൃഷി കൂടെ ഗ്രാമപഞ്ചായത്തിൽ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 14 ലക്ഷത്തിന്റെ പുറമെ ഫണ്ട് വകയിരുത്തിയിട്ടാണ് ഞങ്ങള് ജൈവവളവും കുമ്മായവും ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു കീടനാശിനികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഡ്രോൺ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് കർഷകരുടെ കൂടെ നിൽക്കുന്നത്. കൃഷിയോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കേണ്ട ഒന്നാണ് ഈ വന്യമൃഗശല്യം. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കാട്ടുപന്നികൾ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഒരു വാഴ കൃഷിക്ക് നേരിടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഏതെല്ലാം വന്യജീവി ശല്യമാണ് അവിടെ പ്രധാനമായും കർഷകർ നേരിടുന്നത്? അതിനെ പ്രതിരോധിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോ പന്നിശല്യം കൂടി വരുന്ന ഒരു മേഖലയാണ്. അപ്പോ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഈ പന്നി എന്ന് പറയുന്ന ഈ ഒരു ജീവി മുഖാന്തരം നാശങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക അധികാര പ്രകാരം തന്നെ ഷൂട്ടർമാരെ നിയോഗിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ADC മീറ്റിംഗ്, കൃഷിഭവനിൽ ADC മീറ്റിംഗ് കൂടുമ്പോൾ കർഷകർ ആവശ്യപ്പെടുന്ന മേഖലകളിലൊക്കെ ഈ ഷൂട്ടർമാരെ അയച്ചുകൊണ്ടുള്ള പന്നിശല്യം ഗ്രാമപഞ്ചായത്ത് തീർത്തു കൊടുക്കാറുള്ളത്. കൃഷിക്ക് വാഴ കൃഷി ആയാലും അതുപോലെ തന്നെ മറ്റ് പൊതുവിൽ പഞ്ചായത്തിലെ കാർഷിക രീതിക്ക് ഉപയോഗിക്കുന്ന ജലസേചന രീതികൾ എന്തെല്ലാമാണ്? കനാൽ വഴിയുള്ള ജലസേചനം, അത്തരത്തിൽ തുള്ളിനന പോലുള്ള ജലസേചനം, അത്തരത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് ജലസേചനത്തിന്, കാർഷിക മേഖലയിൽ ജലസേചനത്തിനായി സ്വീകരിച്ചു വരുന്നത്? കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കർഷകരുടെ ഭൂമിയിൽ കുളം, കിണർ പോലുള്ള ജലസേചന പ്രവൃത്തികള് പഞ്ചായത്ത് നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് 3 ചെക്ക് ഡാമുകളാണ് പഞ്ചായത്തിന്റെ അധീനതയിലുള്ളത്. അത് വെച്ചിട്ടും അവരുടെ ജലസേചന പ്രവൃത്തികള് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കർഷകരുടെ കൂടെ ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നുണ്ട്. ജലക്ഷാമം നേരിടുന്നതിനായി കൃഷിക്കായുള്ള അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ജലം മാത്രമല്ല, കുടിവെള്ളം അടക്കം ഈ ഒരു വേനൽക്കാലത്ത് വേനൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സ്വാഭാവികമായും ശുദ്ധജലക്ഷാമം അല്ലെങ്കിൽ കുടിവെള്ളത്തിനുള്ള ക്ഷാമം നേരിടുന്നുണ്ടോ? ആ ക്ഷാമം അതിനെ മറികടക്കുന്നതിനായി വേനൽക്കാലത്തിനേക്കായി വെള്ളം കരുതി വെക്കുന്ന പദ്ധതികൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മധുമല പദ്ധതിയെക്കുറിച്ച്. അത്തരത്തിലുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? മധുമല പദ്ധതിയെല്ലാം എങ്ങനെയാണ് നടപ്പാക്കുന്നത്? മധുമല പദ്ധതി എന്ന് പറയുന്നത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 95-2000 കാലഘട്ടങ്ങളില് കാളികാവ് ഗ്രാമപഞ്ചായത്ത് വലിയൊരു ഗ്രാമപഞ്ചായത്തായിരുന്ന സാഹചര്യത്തിൽ, അതായത് നിലവിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തും കാളികാവ് ഗ്രാമപഞ്ചായത്തും ഒന്നായിരിക്കുന്ന സാഹചര്യത്തില് നിലമ്പൂർ നിയോജക മണ്ഡലം MLA നേതൃത്വത്തില് അന്ന് LIC എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി ചെയ്തിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി ആയിരുന്നു മധുമല പദ്ധതി. അത് ഇന്നും കാളികാവ് ഗ്രാമപഞ്ചായത്തില് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി കൊണ്ടുവരികയാണ്. ഏകദേശം ഒരു കാളികാവിന്റെ ഒരു കിഴക്കൻ മേഖലകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു പദ്ധതി എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതല്ലാതെ മധുമല അല്ലാതെ തന്നെ മറ്റുള്ള പഞ്ചായത്തിന്റെ തനത് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ശുചിത്വം, കുടിവെള്ള പദ്ധതികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പൊതുകിണറുകള് നവീകരണവും അതുപോലെ തന്നെ കുഴൽക്കിണർ നിർമ്മാണം, അങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് ഈ ഒരു ഭരണസമിതി തുടക്കം കുറിച്ചിട്ടുണ്ട്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് JJM പദ്ധതി, ജലജീവൻ മിഷൻ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം കാളികാവ് ഗ്രാമപഞ്ചായത്തിന് ഒരു 16 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ നിന്നും വകയിരുത്തിക്കൊണ്ട് JJM മിഷന്റെ ഒരു ടാങ്ക് പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്
കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തുടർ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ആരോഗ്യ രംഗത്തിലേക്ക് കടക്കുകയാണ്. ആരോഗ്യ രംഗത്ത് സംസാരിക്കുകയാണെങ്കിൽ CHC ആണ് അവിടെ ഉള്ളത് എന്ന് പറയുകയുണ്ടായി. ആരോഗ്യ മേഖലയിൽ നടത്തിവരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ കിടപ്പ് രോഗികൾക്കുള്ള സാന്ത്വന പരിചരണം പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്ത് എങ്ങനെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്? കാളികാവിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ CHC ആണ്. കാളികാവ് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓരോ മാസം കൂടുന്തോറും പരിരക്ഷാ രോഗികളുടെ പരിചരണത്തിനും ഒക്കെ, അതേപോലെ തന്നെ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് ഉൾപ്പെടെയുള്ള ആരോഗ്യ വേദി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വേദി ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിലെ ക്യാൻസർ രോഗികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വഴി ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്നു. പരിരക്ഷാ രോഗികളുടെ ഈ ഒരു മരുന്ന് മാത്രമല്ല അവർക്ക് ആവശ്യം, അല്ലാത്ത ഒരുപാട് ആവശ്യങ്ങൾക്ക് അവരുടെ വീടുകളിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അവരുടെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഹോമിക്കപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഒരു ഗ്രാമോത്സവം കാളികാവ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്ന് സ്വരൂപിച്ച തുക കൊണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ തവണ സ്കൂൾ തുറന്ന സമയത്ത് പരിരക്ഷാ രോഗികളുടെ വീട്ടിലുള്ള കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ്, അതുപോലെ തന്നെ കഴിഞ്ഞ റമളാൻ മാസത്തിൽ നോമ്പ് ആയപ്പോ അതേ സമയത്ത് കിറ്റ് കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 1-2 റിവ്യൂ മീറ്റിംഗിൽ സർജറിക്ക് പോലും വകയില്ലാതെ ഒരുപാട് രോഗികള് പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അവരുടെ സർജറിക്ക് പോലും ഈ ഒരു തുകയിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന് എടുത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഒരു രോഗത്തിന് അവരുടെ ചികിത്സയ്ക്കൊപ്പം ഗ്രാമപഞ്ചായത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മേഖലയിൽ എടുത്തു പറയാനുള്ളത്. ഈ ആരോഗ്യ മേഖല പോലെ തന്നെ പഞ്ചായത്തുകൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ അംഗനവാടികളിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്മാർട്ട് അംഗനവാടികളാക്കുന്നത്, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾക്ക് കളിസ്ഥലം പ്രദാനം ചെയ്യുന്നത്, വിദ്യാലയങ്ങളിലേക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന അത്തരത്തിലുള്ള പ്രവർത്തികൾ ഇപ്പോൾ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിനായി കാളികാവ് പഞ്ചായത്ത് ഏറ്റെടുത്ത് വരുന്ന പ്രവർത്തികൾ എന്തെല്ലാമാണ്? വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ കാളികാവ് ഗ്രാമപഞ്ചായത്തിലുള്ള സ്കൂളുകൾക്കൊക്കെ അനുബന്ധ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വർഷങ്ങളായി പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ കോവിഡ് കാലങ്ങളില് വിദ്യാഭ്യാസ മേഖല അതായത് ഒരു പഠന ഗ്യാപ്പ് വന്ന സാഹചര്യത്തില് ആ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് 10ാം ക്ലാസ് തലങ്ങളിലുള്ള റിസൾട്ട് എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി, പഞ്ചായത്തിന്റെ തന്നെ തനത് പദ്ധതിയായിരുന്നു വിജയതീരം പദ്ധതി. ആ വിജയതീരം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ക്രാഷ് കോഴ്സ് നൽകുകയും പ്രത്യേക സ്റ്റഡി മെറ്റീരിയൽസ് നൽകുകയും അതോടൊപ്പം അവർക്ക് ക്യാമ്പ് ഉൾപ്പെടെ നൈറ്റ് ക്യാമ്പ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുകയും അതിനുശേഷം ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം തീരെ പഠനത്തിൽ ബാക്കിലോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് നിലവിൽ 32 അംഗനവാടികളാണുള്ളത്. അതിൽ 18 അംഗനവാടികളും പഞ്ചായത്തിന്റെ സ്മാർട്ടാണ്. ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 32 അംഗനവാടികൾ പുതുക്കി പണിയുന്നത് ഏകദേശം ഓരോ പദ്ധതികളിലൂടെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് തൊഴിലുറപ്പിന്റെ പദ്ധതിയിലൂടെയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്മാർട്ട് അംഗനവാടികള്, അതുപോലെ തന്നെ പാചകപ്പുരകള്, അങ്ങനെ സ്കൂളുകൾക്ക് പാചകപ്പുരകള്, സ്കൂളുകൾക്ക് ഡൈനിങ് ഹാള്, സ്കൂളുകൾക്ക് ചുറ്റുമതില്, ഇത്തരം പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പിന്റെ പദ്ധതികളിലൂടെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഈ സ്കൂൾ കളക്ടേഴ്സ് അറ്റ് സ്കൂൾ, അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളെയും കൂടി ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടി ചെയ്തിട്ടുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബിന്നും കളക്ടേഴ്സ് അറ്റ് സ്കൂൾ എന്ന് പറയുന്ന പേരിൽ ഗ്രാമപഞ്ചായത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഈ കാളികാവ് പഞ്ചായത്തിൽ ഏതാനും ചില കുടുംബങ്ങൾ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ചില കുടുംബങ്ങൾ കൂടി ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കാളികാവ് പഞ്ചായത്ത്. അത്തരത്തിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടി ഉതകുന്ന രീതിയിൽ അവർക്ക് കൃത്യമായി പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? അതെ, പഞ്ചായത്ത് ഇവര് താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ള ഏരിയയാണ്. അപ്പൊ ഓരോ വർഷവും നമ്മൾ അവരടുത്ത് പോയിട്ട് അവരോട് അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് നമ്മൾ വീടും അതുപോലെ തന്നെ സ്ഥലം വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ട് അവിടെ വീട് വെക്കാനുള്ള സംവിധാനമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ പഞ്ചായത്ത് പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായിട്ടും ആ ഒരു അപകട മേഖലയിൽ നിന്ന് മാറ്റിയിട്ട് പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും കാർഷികമായാലും എല്ലാം പദ്ധതികൾ കൃത്യമായി ഏറ്റെടുത്ത് നടപ്പാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനി വരും വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്കായി കരുതി വെച്ചിട്ടുള്ള പദ്ധതികൾ എന്തെല്ലാമാണ്? നിലവിൽ പൂർത്തിയാക്കാൻ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കുമല്ലോ, സ്വപ്ന പദ്ധതികളായി പഞ്ചായത്ത് തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളവ, അവ എന്തെല്ലാമാണ്? നിലവില് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞല്ലോ, ഫസ്റ്റില് പാർപ്പിടം എന്ന് പറയുന്ന ഒരു കാളികാവ് ഗ്രാമപഞ്ചായത്തില് ലൈഫ് മിഷൻ ലിസ്റ്റില് ഭൂമി രഹിത ഭവനരഹിത ലിസ്റ്റും അതുപോലെ തന്നെ ഭവനരഹിത ലിസ്റ്റിലും ഉൾപ്പെട്ട ആളുകളെ കംപ്ലീറ്റ് എന്താ പറയാ പൂർത്തിയാക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തതും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ 2020 ലിസ്റ്റ് ഗ്രാമപഞ്ചായത്തിന് ഏകദേശം 409 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 340 പേരുടെയും വീട് കംപ്ലീറ്റഡ് ആണ്. ബാക്കിയുള്ള ആളുകളത് ഓൺഗോയിങ് ആണ്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ പാർപ്പിട മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ ഇനി PMAY കുറച്ച് ലിസ്റ്റ് കൂടെ ഗ്രാമപഞ്ചായത്തിനുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി ഇറങ്ങുന്ന സമയത്ത് നിലവിലുള്ള എല്ലാ പാർപ്പിട ആവശ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് പഞ്ചായത്ത് ഒരു ചെത്തുകടവ് മൈതാനം എന്ന് പറയുന്ന ഒരു മൈതാനമുണ്ട് ഗ്രാമപഞ്ചായത്തിന്. അപ്പൊ അത് MLA ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം അപ്പൊ അത് ഗ്രൗണ്ട് പുഴയോട് അടുത്തായതുകൊണ്ട് അത് ഗ്രൗണ്ട് കെട്ടി പൊന്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ അവിടെ ചെയ്തു വരുന്നത്. അപ്പൊ അതിനുശേഷം അവിടെ ഒരു എന്തായാലും ഈ വർഷങ്ങളിലെല്ലാം നടത്തി വന്നതുപോലെ തന്നെ വരും വർഷങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. ഭാവി പദ്ധതികളെല്ലാം തന്നെ പൂർണ്ണമാക്കാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു.